hello, 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 hello. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ പുല്ല് കണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മളൊരു ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പുല്ലെല്ലാം സംഘടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വടിയും ഇതെല്ലാം സെറ്റാക്കി നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കേണ്ടി നല്ല കഴുങ്ങെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചെറിയ പീസാക്കിയിട്ട് ഇനി നമുക്ക് തുടങ്ങാം. ബാ. അപ്പോൾ നമ്മൾ 4 കുറ്റി എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് നമുക്ക് അടിച്ചു താത്തല്ല പറഞ്ഞേ. നമ്മൾ കിളിക്കൂട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയെന്ന് തോന്നല്ല, കഴിഞ്ഞ കൊല്ലം നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കിന്. ഈ കൊല്ലവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറ്റി അടിച്ച് താത്താം. 4 കുറ്റി എല്ലാം കൂർപ്പിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആടെയല്ലേ പുൽക്കൂട് ആടെയാണ് കുറ്റിയടിക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം കുറ്റിയടിക്കുന്നത് ആടെ നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഈ 2 മരത്തിൻ്റെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ അടിക്കാം. ആടെ ആകുമ്പോൾ അല്ലേ നമ്മൾ ഇവിടെ അടിച്ചാൽ ഇതിൻ്റെ മുഖം ഭാഗം ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് മര്യാദക്ക് കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്. വലിയ പുൽക്കൂടൊന്നുമില്ല, കുറച്ച് ചെറിയ വണ്ണമുള്ള പുൽക്കൂട്. കിട്ടണം കൈ ഇന്നെ നോക്കിയിട്ടാ. അപ്പോൾ ഇത് അവിടെ അടിച്ചിട്ടുണ്ട്. ഇത്ര ഉറപ്പ് മതി. അപ്പോൾ നമ്മൾ 4 കുറ്റി അടിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കവിൻ്റെ കുറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമ്മളെ പിള്ളേർ സെറ്റെല്ലാം അങ്ങോട്ട് പോയി കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സ്കൂളിലും പൊട്ടിയോണ്ട് കുറേ ആളുകളും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? ക്രിക്കറ്റ് കളിക്കില്ല, ഇതെല്ലാം കളിക്കുന്നുണ്ട്. നമ്മൾ കുറ്റിയടിക്കെല്ലാം കഴിഞ്ഞ് നമുക്കിതാ നമ്മൾ കുറച്ച് ചാക്കിൻ്റെ വക്കല്ലേ, വക്ക് എന്നല്ല പറയാ, ചാക്ക് അഞ്ഞാടെ കസയാൻ പറ്റില്ല. വണക്ക് കാല് വേദനയുടെ കസയിലെല്ലാം എടുത്തിട്ടുണ്ട്. മടി ഭയങ്കര മടിയാ. അപ്പോൾ ഇത് വെച്ച് കെട്ടാം നമുക്ക്. അപ്പോൾ നമ്മളെ കൂടെ ഇത്രയായിട്ടുണ്ട്. നമ്മൾ ചെരിച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി കെട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പണിയുണ്ട്, നോക്കാം. അപ്പം നമ്മളെ കൂടിൻ്റെ ഏകദേശം ഒരു അവസ്ഥ ഇത്രയായിട്ടുണ്ട്. ഇതാ പിള്ളേരെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ട്. നമ്മളിനി പശുക്കളെ പോലെ ഇവരെയും ഇറങ്ങിക്കോ, രണ്ടും ഇറങ്ങിക്കോ. തലകുത്തിപ്പോറ് നമ്മുടെ സ്ട്രോങ് കൂടെ നമ്മളെ സ്കൂളിൽ ഉള്ളതൊന്നും വരില്ല. അപ്പോൾ നമ്മൾ പുൽക്കൂട്ടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞാൽ ഞാൻ കടന്നിട്ടാണ് പണി എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ടാൻ വേറെ വഴിയൊന്നുമില്ല. ഇവിടെ തെങ്ങും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി അവസാനമായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടേണ്ടി വന്നിപ്പോൾ. അപ്പം നമ്മൾ പുല്ല് വെക്കാൻ പോകുന്നതാണ് കേട്ടോ. എങ്ങനെ വെക്കേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ല, അറിയില്ല. ഇങ്ങനെ ഇത് കൂടിനാക്കി വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 കൊല്ലമായിട്ട് ആക്കുന്നുണ്ട്. എല്ലാവരും ശ്രമിക്കണം. പക്ഷെ നമ്മൾ കൂടെ നല്ല സെറ്റപ്പിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടിനെ കെട്ടുന്ന നല്ല അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട് പുല്ല് വാരി ചുറ്റി പോലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ലാസ്റ്റ് എല്ലാം ലൈറ്റെല്ലാം ഇട്ട രസമുണ്ട്. ഇതിനിപ്പോൾ പുല്ലെങ്ങനെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ. അപ്പം നമുക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചുറ്റി കെട്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനിയിപ്പോ ഈ ഭാഗം വെക്കാം ഇങ്ങനെ, ഈ 2 സൈഡോ താഴെ ആടെ ഒന്ന് വെച്ച് കെട്ടി കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മള് കഴിഞ്ഞ വല്ല സെലോ ടേപ്പ് ഫുള്ള് സെലോ ടേപ്പ് ചുറ്റുപോയത്. ഇപ്പൊ നമ്മളെ കൂട് ഇതാ നമ്മളെ പുല്ലെല്ലാം വെച്ച് കെട്ടി സെറ്റായി എങ്ങനെയല്ലോ വായിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കാണാൻ ലാസ്റ്റ് എന്തായാലും രസം വരുമായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് യേശു ക്രിസ്തുവിനെല്ലാം വെക്കേണ്ട പുല്ല് വിരിച്ചു കൊടുക്കാം. പിള്ളേരും കൂടി വന്നിട്ടുണ്ട്, ഇത്രയേറെ കളിക്കാൻ പോയിട്ടുണ്ട്. വാ വിരിച്ചോ. ഇതിൻ്റെ ഉള്ളിൽ പുല്ലിട്ട് കൊടുക്കാം കുറച്ച്. ഇതാണ് നമ്മളെ പുൽക്കൂട്. വൃത്തിയിൽ. അപ്പോൾ ഇതാ നമ്മളെ പുല്ലെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം. മോനെ അങ്ങോട്ട് എണീക്കും. ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്തു. ഈ ഭാഗം കട്ട് ചെയ്തിന് ലെവലായി കഴിയാം. നമ്മൾ അടിപൊളി പുൽക്കൂടാണ് ഈ പ്രാവശ്യത്തെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടാക്കിയതിനെക്കാട്ടും നല്ല അടിപൊളി പുൽക്കൂട് ഞാൻ കാണിച്ചതാ.
ഫുള്ളായിട്ട് പുല്ലുകൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ കൂടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടിന് 2 കൊമ്പെല്ലാം ഉണ്ട്. കൊമ്പുള്ള കൂട് എടി ഉണ്ടാവില്ല. നമ്മളെങ്ങനെയല്ലോ ഈ ഒരു ഭാഗം കവർ ചെയ്യേണ്ടിയിട്ട് അങ്ങനെ ഒരു ഐഡിയ അല്ല, സുബേൻ്റെ ഐഡിയ കേട്ടോ അത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വെറും 50 ഉറുപ്പ്യ മാത്രമേ നമുക്ക് ഈ കൂട് ഉണ്ടാക്കാൻ ചിലവായിട്ടുള്ളൂ. പുല്ലിൻ്റെ പൈസ മാത്രം, എക്സ്ട്രാ വേറെ ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ കയറും വാങ്ങിന്, ഈ കയറ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്ന ഇതേനു അതിൻ്റെ മരമല്ല കവുങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ട് വന്ന്. അപ്പം അത് അച്ഛൻ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി തന്നേന്. അപ്പം അതുകൊണ്ട് ആ പണി വേഗം കഴിഞ്ഞല്ലേ. പിന്നെ കുഴിച്ചിടലും അതും ഇതല്ലേനും, വേറൊന്നുമില്ല. വേഗമൊന്നും കഴിഞ്ഞിട്ടില്ല, കെട്ടണ്ടി രാവിലെ തുടങ്ങിയതായിരിക്കും. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് സാധനങ്ങളും വെക്കണ്ട. ഇനിയിപ്പോ എല്ലാം വെച്ചിട്ട് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്യണം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് രാത്രി വീഡിയോ എടുക്കും. രാത്രി ലൈറ്റ് എല്ലാം ഫിറ്റ് ആക്കി ഇരുട്ടത്ത് കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോ നമുക്ക് ലൈറ്റ് എല്ലാം ഫിറ്റ് ആക്കട്ടെ. പിന്നെ ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, അതായത് അടുത്ത പണി. എല്ലാം അങ്ങനെ അലങ്കോലായി കിടക്കുന്നുണ്ട്. 2 കഷ്ണം വാരിയ ബാക്കിയായിട്ടുള്ളൂ കേട്ടോ. 3 ബാക്കിയെല്ലാം നമ്മളെല്ലാം അടിയും ചുറ്റിക്കെട്ടി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ലൈറ്റിൻ്റെ എല്ലാം കാര്യം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ രാത്രി ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് മറ്റേ ലൈറ്റ് ഇട്ടാലുള്ള അത്ര രസമെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ചെറിയൊരു ഉണ്ണി യേശുവിനെയും അങ്ങനത്തെ ഇതൊന്നും ഇല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം ഇതൊന്നും വെച്ചിട്ടില്ല. നമ്മൾ വെറുതെ പുൽക്കൂട്ടുണ്ടാക്കി വെച്ച് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെറുതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് ഇപ്പോൾ. പിന്നെ നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഫിറ്റാക്കാം. പിന്നെ ഇതാ ലൈറ്റ് നമ്മൾ ഇത് കഴിഞ്ഞല്ലോ വാങ്ങിച്ച ലൈറ്റാണ്. നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇത് ഈ പ്രാവശ്യം എടുക്കാൻ പറ്റി. നമുക്ക് പുൽക്കൂട്ടുമ്പോൾ ഇത് ഫുള്ള് സെറ്റായി കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് ട്രീ നമ്മൾ ഇതേപോലെ തന്നെ നല്ലോണം പേപ്പറിലെല്ലാം മണ്ണും പൊടിയും പാറാണ്ടൊക്കെ നല്ലോണം ചുറ്റി വെച്ചോണ്ട് അത് ഈ കൊല്ലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് കുറേ നമ്മൾ ക്രിസ്മസ് ട്രീ ഇതിനെ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇക്കൊല്ലം ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ തൂക്കി ഒരുപാട് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി ക്രിസ്മസ് ട്രീയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എടുത്ത് കെട്ടിക്കോളാം. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്നാ ആയെന്നൊന്നും അറിയില്ല, നോക്കാം എന്തായാലും. അപ്പോൾ നമ്മളെ ക്രിസ്മസ് ട്രീക്ക് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇനി ഇതിപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചാൽ നല്ലൊരു മരം പോലെ തന്നെ നിൽക്കും. ഫുള്ള് കമ്പിയാണ്, ചെറിയ ചെറിയ കമ്പി. അപ്പോൾ ഇത് നമുക്ക് ചുറ്റി ഇങ്ങനെ വെക്കാനും പറ്റും. ഒന്നും പടക്കൊന്നായി പോവില്ല. ഇതിങ്ങനെ തുറന്നു വെച്ചാൽ മരം പോലെ തന്നെ ആവും, ക്രിസ്മസ് ട്രീ പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മറ്റേ മഞ്ഞ് വന്ന് വീണ പോലത്തെ അങ്ങനത്തെ ഒരു വെള്ള കളറുണ്ട് അറ്റത്ത്. അപ്പം മഞ്ഞിങ്ങനെ വന്നിട്ട് ഇലയമ്മ തട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട് ഈ ചെടിക്ക്. അപ്പോൾ നമ്മളെ ക്രിസ്മസ് ട്രീ എല്ലാം ഇതളുകളെല്ലാം ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ നിൽക്കുക, ഇതിനൊരു സ്റ്റാൻഡും ഉണ്ട്, ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അത് അയച്ച് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കൊട്ടി വെക്കാനെല്ലാം പറ്റും. ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി, നമ്മൾ നേർക്ക് നിൽക്കണ്ടിട്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്ത്. ഇനി ഇതിങ്ങനെ ഇവിടെ നമുക്കൊരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാ നമ്മളെ ക്രിസ്മസ് ട്രീ സെറ്റ് ആരിയാ. ഇനി എല്ലാം തൂക്കിക്കാരിയാ. നമുക്ക് ഇത് നോക്കണ്ടേ, ഇത് ലൈറ്റ് അതിൻ്റെ ലൈറ്റും കൂടി കൊടുക്കാം. ഫസ്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈമേൽ നമ്മളൊരു ചെറിയ LED ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങനത്തെ തൂക്കിയിടുന്ന സാധനങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് തന്നെ തൂക്കി വെച്ച് കൊടുക്കാം. വേറൊന്നും ഇക്കൊല്ലത്തേക്ക് നമ്മൾ വേറൊന്നും വാങ്ങിച്ചിട്ടില്ല. ഈ സാധനം നമ്മൾ പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇല്ലേനു, നമ്മൾ തൽക്കാലമാക്കി വെച്ചതാണ് കഴിഞ്ഞ കൊല്ലം. അപ്പം നമ്മളെ ഇതിൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പുൽക്കൂടിൻ്റെ മേലെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്മസ് ട്രീക്കും ഫിറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതിൽ തൂക്കേണ്ട എല്ലാ സാധനവും തൂക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷവും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനെടുത്ത ഈ പുല്ല് പോലത്തെ ഒരു സാധനം ഇല്ല, അത് നമ്മൾ ഇങ്ങനെ ഒന്ന് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തൂക്കി വെച്ച് കൊടുത്തു.
പിന്നെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്, ബോർഡർ ആക്കി വെച്ച്. പിന്നെ ഉള്ളിൽ ഒരു ബൾബും കൂടി വെച്ചിട്ടുണ്ട്. പരിപാടി ഇനി നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കാം. ആരെ മോനെ ഇട്ടോ? ഓക്കെ, വാങ്ങു പോരി. ഇപ്പൊ നമ്മളെ പുൽക്കൂടും ട്രീ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. തുടങ്ങിയാലിങ്ങനെ ആവുന്നു വിചാരിച്ചിട്ടില്ല. തുടങ്ങുമ്പോ രാവിലെ മുതലുള്ള പണിയാണ് ഈ കിളിക്കൂടിന്റെ, കിളിക്കൂട് എന്ന് പറയുന്നത്, പുൽക്കൂടിന്റെ. ഇനിയിപ്പോ ഇതിനകത്ത് ആൾക്കാരെല്ലാം വെക്കണ്ടേ? ഇത് ആര്യമ്മ വെക്കണ്ടിട്ട് നേരത്തെ നിക്കുന്നുണ്ട്. അത് വെച്ചോ. അപ്പൊ നമ്മളെ ഈ ഇത്രയും വലിയ കൂട്ടിൽ ഇത് കാണുമെന്നൊന്നും അറിയില്ല. നമുക്ക് ഈ ചെറിയ സാധനം കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇതിൽ കാണുമെന്ന് അറിയില്ല, എന്തായാലും വെക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് വെക്കാം. ആരെ വെച്ചടാ? അതാരാ? ഇതാരാ? ഇത് ഉണ്ണിയേശുവിന്റെ അമ്മയായിരിക്കും. ഇതാരാ? പള്ളിയിലച്ഛൻ. പള്ളിയിലച്ഛൻ രാജാവാ? പള്ളിയിലച്ഛൻ എവിടെയായിട്ട് നിക്കട്ടെ. പിന്നെ ഇവരെല്ലാം കിടന്നു പോവും. ഉണ്ണി അടുത്ത് ഉണ്ണീനെ വെച്ചോ. ഉണ്ണി ഇന്നൊന്നും അല്ല വെക്കണ്ടേ തോന്നുന്നു, ഉണ്ണീനെ അന്നാ തോന്നുന്നു വെക്കണ്ടേ. നമ്മൾക്ക് പിന്നെ അതൊന്നും ഒരു ഉണ്ണിയാ. ഇതാ ഹോസ്, ഇതാ പശുവല്ല, ഹോസല്ലേ ഇത്? കുതിരയല്ല, ഹോസ് എന്നാ കുതിര. ഇവരെല്ലാം പുല്ലിന്റെ ഒന്നും കാണൂല. നമ്മൾ ഉണ്ണി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മളൊരു ബൾബ് ഇട്ടിട്ടുണ്ട്, നമ്മളെ പഴയ ബൾബ്, മഞ്ഞ കളറിൽ 40 വോൾട്ടിന്റെ. അപ്പൊ ഇതാണ് നമ്മളെ പുൽക്കോട്. ഇപ്പൊ ഇഷ്ടപ്പെട്ടതിന്റെ കമന്റ് ചെയ്യാം. ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിച്ചാലേ. നമ്മൾ രാവിലെ തൊട്ട് ചെയ്യുന്ന പണിയാണിത്. ലൈറ്റെല്ലാം ഫിറ്റ് ആക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. പിന്നെ നമ്മൾ സ്റ്റാറിന്റെ സ്വിച്ച് ഇട്ടിട്ടില്ല അല്ലേ? സ്റ്റാർ അവിടെ ഇല്ല. സ്റ്റാർ അവിടെ അതും കഴിഞ്ഞ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പിലത്തെ നമ്മളെല്ലാം എടുത്ത് കൊണ്ടേ വെക്കുന്നുണ്ട്. എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഒന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ ഈ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ആ ലൈറ്റ് മാത്രമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പം അത് നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. ഉള്ളിലത്തെ ഈ ബൾബ് ഇട്ടുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെ പുറത്തെല്ലാം ഇങ്ങനെ ആക്കിയോണ്ട് ഇവിടെ പുൽക്കൂടുണ്ട് ഇരുട്ടത്തും എല്ലാവർക്കും മനസ്സിലാവും. ഇങ്ങനെ നോക്കിയാലേ കാണും. ഓരെല്ലാം കുഞ്ഞായിപ്പോയി, അതൊരു പ്രശ്നമാണ്. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചുതരാം. എന്തായാലും നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായി അല്ലേ? കഴിഞ്ഞ കൊല്ലത്തെ എല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തൂക്കുന്ന സാധനങ്ങൾ പോയത് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെല്ലാം ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ റെഡിയാവാൻ പോയിട്ടുണ്ട്, അപ്പൂപ്പന്റെ ഡ്രസ് ഇടാൻ റെഡിയാവാൻ പോയിട്ട്. നമ്മൾ അപ്പൂപ്പൻ അവിടെ റെഡിയായി ഒളിച്ചു വെക്കുന്നുണ്ട്. വന്നോ? അപ്പൂപ്പനെ നടക്കാൻ പറ്റാത്ത അപ്പൂപ്പന കണ്ണു കാണുന്നുണ്ടാ? അടിപൊളി അപ്പൂപ്പനാ. നമ്മളെ പുൽക്കൂട് എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് അപ്പൂപ്പ നമ്മളെ പുൽക്കൂട് എങ്ങനെയുണ്ട്? സൂപ്പറാ. അപ്പൂപ്പൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സൂപ്പറാ, അടിപൊളിയാ. അപ്പൂപ്പൻ ഗിഫ്റ്റ് ഉണ്ട് അതില്? ഇല്ല, എന്തെങ്കിലും ഉണ്ടാ? പൈസ ഉണ്ടാ? പൈസ തരുവാ? അപ്പൂപ്പ എന്തിനാ നാവ് നീട്ടി നിൽക്കുന്ന എപ്പവും? ഇതാണ് നമ്മളെ കുഞ്ഞപ്പൂപ്പൻ. അപ്പൊ നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഡിസംബർ 21 അപ്പൊ 21 നമ്മൾ വീഡിയോ പുൽക്കൂട് ഉണ്ടാക്കുക. എല്ലാവരും ആദ്യം മുന്നേ ഉണ്ടാക്കി ചെയ്ത് നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത് സെറ്റാക്കി. നമ്മൾ കുറേ വിചാരിച്ചിരുന്നു പരിപാടികളെല്ലാം. ഇതിന്റെ അതന്നെ പുറത്തെല്ലാം നമ്മൾ കുറെ ഇങ്ങനെ തെനയെല്ലാം ഇട്ട് മുളപ്പിച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്യാന്ന് വിചാരിച്ചതിനും ഇനി ആ സമയം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു അല്ലേ? മുളപ്പിച്ച് വെച്ചിട്ട് ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം സെറ്റ് ചെയ്യാം. അപ്പൊ എല്ലാം ഇട്ട് വെക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.
ഇപ്പൊ ബൈ പറ. ബൈ.